ഹായ് ഗായ്സ്, വീഡിയോയുടെ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു 3 days ചലഞ്ചായിട്ടാണ് ഈ ഒരു റെമഡി ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നതും ലൈവായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. കാരണം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 101% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയും തന്നെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു റെമഡി ചെയ്ത് കാണിക്കുന്നത്. ഞാൻ പറയുന്ന മെത്തേഡിൽ വേണം നിങ്ങളും ഫോളോ ചെയ്ത് വരാനായിട്ട്. നമുക്ക് ഈ ഒരു റെമഡിക്ക് 3 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ 3 സ്റ്റെപ്പ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യട്ടോ. ഞാൻ പറഞ്ഞ മെത്തേഡിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടോറ്റയും അല്പം സോഡാ പൊടിയാണ് വേണ്ടത് കേട്ടോ. ബേക്കിംഗ് സോഡയില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പൊട്ടാറ്റോ, ചെറിയൊരു കുഞ്ഞു പൊട്ടാറ്റോ മതി. നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം മാക്സിമം ഉപയോഗിക്കാനായിട്ട്. ഇനി അതല്ല, നമുക്ക് പൊട്ടാറ്റോ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം മാത്രം നമുക്ക് മതിയാവുള്ളൂ ഒരു ദിവസം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്കോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു മുറിച്ചെടുത്ത പൊട്ടാറ്റോ എന്നിട്ട് നമ്മൾ പിറ്റേന്ന് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ പൊട്ടാറ്റോ എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു പകുതി പൊട്ടാറ്റോ അത്ര മാത്രം മതി. ഞാനിവിടെ കുഞ്ഞു പൊട്ടാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയൊരു പൊട്ടാറ്റോ ആണെങ്കിൽ ചെറിയൊരു കഷ്ണം നമുക്കതങ്ങ് സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. കാരണം നമ്മളിത് സ്ക്രബ് ചെയ്യാൻ പോകണം. നമ്മൾ ഈ ഒരു സോഡാപ്പൊടിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും പ്രശ്നമില്ല. നമുക്ക് അൺറാംസിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും പ്രൈവറ്റ് പാർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് കൈമുട്ടിലുണ്ട്, കാൽമുട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കിത് എവിടെയാണോ നമുക്ക് കറുപ്പുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കിത് അല്പം പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആരും ഭയങ്കര എന്താ പറയുക, ഒരുപാട് അമർത്തിയിട്ടൊന്നും ചെയ്യരുത്. പതുക്കെ വേണം ചെയ്യാനായിട്ട്. ആ ഒരു ഭാഗം നമ്മൾ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പതുക്കെ നമ്മളതങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെറുതെ വിടുക കേട്ടോ. വെറുതെ വിട്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ടായിരുന്നു, സോഡാപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് പൊട്ടാറ്റോ ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് ആദ്യം സ്ക്രബ് ചെയ്തെടുത്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം 1-2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈരിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് പിന്നീട് ചേർക്കുന്നത്. അത് ഒരു പാക്കറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 രൂപയുടെ സാഷേ പാക്കറ്റാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ അപ്ലൈ ചെയ്തു ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്തില്ലേ, അവിടെ എവിടേക്കാണോ നമ്മൾ സ്ക്രബ് ചെയ്തത് ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നമുക്കത് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകിയെടുക്കുകയോ ചെയ്തതിന് ശേഷം നമുക്കത് അപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മീതെ തന്നെ അപ്ലൈ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പും നമ്മൾ ഈ പറഞ്ഞ പോലെ തൈരും കോഫിയുടെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടും കൂടി നമ്മളത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെറുതെ വരണം കേട്ടോ. പിന്നെ ഈ ഒരു കോഫി പൗഡറും ഈ തൈരും നിങ്ങൾക്ക് ചില സംശയം ഉണ്ടാവും ഇത് ഫേസിൽ അപ്ലൈ ചെയ്തോട്ടെ എന്നുള്ളത്. അപ്പോൾ ഫേസിലേക്ക് നമുക്ക് തൈരും കോഫി പൗഡറും ഓക്കെയാണ്. പക്ഷെ ആരും പൊട്ടാറ്റയും നമ്മുടെ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അത് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ബേക്കിംഗ് സോഡ നമ്മൾ ഒരുപാട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ആരും തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോഫി പൗഡർ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫേസിലേക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിക്ക് ഉപയോഗിച്ചാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മൾ ഈ 2 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്ത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാട്ടോ. നമ്മൾ എവിടേക്കാണോ ഇത് അപ്ലൈ ചെയ്തത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടും നല്ല രീതിയിൽ കഴുകി കൊണ്ടുവരാം. എന്നതിന് ശേഷം വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തോളൂ, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ചെറിയൊരു രീതിക്ക് ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. പൊതുവേ എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ് കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ പാക്കാക്കി ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ് കുറച്ച് നിറം ഉള്ളത്. റൈറ്റ് ഹാൻഡിൽ അത്ര നിറമുണ്ട്, പക്ഷെ നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു നിറക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് ആ ഒരു ലെഫ്റ്റ് ഹാൻഡിലേക്കാളും, അതായത് ഇടത് കൈനേക്കാളും വലത് കൈ നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു കളർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നിർത്തരുത്. 3 ദിവസത്തെ ചാലഞ്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും നിർത്തരുത്. നമ്മൾ ഒരു 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള കറുപ്പൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. അതല്ല, നമുക്ക് ഒരുപാട് നാളത്തെ പഴക്കമുണ്ടെങ്കിൽ നമ്മളിത് റൊട്ടീനായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തത് വളരെ ഈസിയാണ് കേട്ടോ, ഒരു മസാജിങ് ആണ്. അപ്പോൾ മസാജിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ആർഗൺ ഓയിലാണ്. ആർഗൺ ഓയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആമണ്ട് ഓയിൽ ഉപയോഗിച്ചാലും മതിയാവും. നമ്മുടെ ബദാമിൻ്റെ എണ്ണ ഇല്ലാതായാലും മതി കേട്ടോ. ഇനി നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചോട്ടെ എന്നുള്ളത്. വെളിച്ചെണ്ണ നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളതൊരു 3 days ചലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇനിയും ഒരുപാട് ഓയിൽസ് ഉണ്ട്. ഗ്രേപ്പ് സീഡ് ഓയിലുണ്ട്, അതുപോലെ തന്നെ റോസ് സീഡ്സ് ഓയിലുണ്ട്, കാറ്റ് സീഡ്സ് ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഈ ഒരു ആമണ്ട് ഓയിൽ തന്നെയായിരിക്കും. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് മിക്ക ആൾക്കാരുടെ കയ്യിലും ഈ ഒരു ആമണ്ട് ഓയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആമണ്ട് ഓയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആർഗൻ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ ഗ്രേപ്പ് സീഡ് ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ആമണ്ട് ഓയിലാണ്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ഇനി ചോദിച്ചിട്ട് മെസ്സേജ് ആരും ചെയ്യരുത്. വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കരുത്. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ 2 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളതങ്ങ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങ് തുടച്ച് കളയാം കേട്ടോ. തുടച്ച് കളഞ്ഞ ശേഷം നമുക്കതങ്ങ് വിട്ടിട്ട് പിറ്റേന്ന് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്കതങ്ങ് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 3 ദിവസം ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഗൈസ്. ഞാൻ വീണ്ടും പറയണം, നല്ല കട്ട കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.